തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് ഭർതൃവീട്ടിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിജിനാണ് ചേരുന്നത്. വിജിൻ, ഈ ബന്ധുക്കളുടെ ഈ സംശയം ദുരൂഹത കൊലപാതകം എന്ന ആരോപണം വരികയാണല്ലോ. പോലീസ് അന്വേഷണം ആ വഴിക്ക് നീങ്ങുന്നോ? തീർച്ചയായും ശരത്ത്, ഭർത്താവ് അഭിജിത്ത് ഇപ്പോഴും ഇന്നലെ രാത്രി അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. എന്തായാലും ഇന്ദുജിയുടെ മരിച്ച ആത്മഹത്യ ചെയ്ത ഇന്ദുജിയുടെ അച്ഛനും അതുപോലെ തന്നെ സഹോദരനും പറയുന്നത് ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പും ഈ പെൺകുട്ടിയെ മർദ്ദിച്ചതിൻ്റെ പാടുകളൊക്കെ മുഖത്ത് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ദുജിയുടെ ബന്ധുക്കളെ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ വിലക്കിയിരുന്നു ഈ അഭിജിത്തും ഒപ്പം തന്നെ അഭിജിത്തിൻ്റെ മാതാവും എന്നാണ് അച്ഛൻ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ ഭർതൃവീട്ടിൽ ചില പീഡനങ്ങൾ ഒക്കെ ഇന്ദുജയ്ക്ക് നേരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. പോലീസ് എന്തായാലും അഭിജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ദുജിയുടെ ഇൻക്വസ്റ്റ് നടപടികളും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ ഒക്കെ വ്യക്തത വരേണ്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ്. എന്തായാലും നിലവിൽ ആരോപിക്കുന്നത് ഇന്ദുജിയെ കെട്ടുതൂക്കിയതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതിലാണ് നിലവിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരത്ത്, ശരി. വിജിനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. കൊലപാതകമെന്ന ആരോപണമാണ്. ഇന്ദുജയുടെ ആത്മഹത്യ എന്നുള്ളത് കൊലപാതകമാണ് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഭർത്താവ് അഭിജിത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്ന വിവരം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്.